നമുക്ക് കോട്ടയത്തേക്ക് ഒന്ന് പോകാം. അവിടെ ഒരു ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലായിൽ നിർമ്മിച്ച ലണ്ടൻ ബ്രിഡ്ജിന്റെ മാതൃകയിലുള്ള തൂക്കുപാലവും അമ്യൂണിറ്റി സെന്ററും കാട് കയറി നശിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. കോടികൾ മുടക്കി നിർമ്മിച്ച പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, പക്ഷേ ഇതുവരെയും പൊതുജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുത്തിട്ടില്ല. ലണ്ടൻ മോഡൽ ബ്രിഡ്ജിന്റെ പേരിൽ പണം മുടക്കി ജനങ്ങളെ മണ്ടന്മാരാക്കിയെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ലണ്ടനിൽ പോകാതെ തന്നെ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാമെന്നതടക്കമുള്ള ആശയത്തോടെയായിരുന്നു പാലായിൽ ഇങ്ങനെ ഒരു ലണ്ടൻ ബ്രിഡ്ജ് തുടങ്ങുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാൻ കഴിയും, എനിക്ക് പിന്നിൽ കാണുന്ന ഇതാണ് പാലായിലെ ലണ്ടൻ ബ്രിഡ്ജ്. 2020 കാലത്ത് ഇത് പണി പൂർത്തിയായി എന്നതാണ് മനസ്സിലാക്കുന്നത്. കെ എം മാണിയുടെ കാലത്താണ് ഈ പദ്ധതി, ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ ഈ പദ്ധതി നടപ്പാവുകയും ചെയ്യുന്നത്. പക്ഷേ ഗ്രീൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ ലണ്ടൻ ബ്രിഡ്ജ്, ഒപ്പം തന്നെ ഈ അമ്യൂണിറ്റി സെൻറ്റർ, ഇതൊക്കെ തന്നെയും ഇപ്പോൾ കാട് കയറി നശിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. 5 കോടി ചെലവഴിച്ചാണ് ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നത്. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് നാളിതുവരെ ആയിട്ട് പോലും ഈ പാലം തുറന്നു കൊടുത്തിട്ടില്ല എന്നതാണ്. ഇപ്പോൾ ഒരു പക്ഷേ കാണാൻ കഴിയും, പാലത്തിൻ്റെ അരികൊക്കെ തന്നെയും തുടങ്ങിയിട്ടുണ്ട്, ഈ കാട് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ ആകെ ബുദ്ധിമുട്ടിലായ ഒരവസ്ഥയിൽ തന്നെയാണുള്ളത്. എന്താ ശരിക്കും അന്ന് തുറന്നു കൊടുക്കാൻ പറ്റാത്തത് എന്തോന്നു? തുറന്നു കൊടുക്കാൻ പറ്റാത്തത് വേറൊന്നുമില്ല. ഇത് ടൂറിസം വകുപ്പ്, റവന്യൂ വകുപ്പിൻ്റെയോ ഇവിടുത്തെ മുനിസിപ്പൽ അധികാരികളോ അനുമതി പോലും വാങ്ങാതെയാണ് ഇത് പണിതിരിക്കുന്നത്. പക്ഷേ ലണ്ടൻ ബ്രിഡ്ജ് വെറും മണ്ടൻ ബ്രിഡ്ജായിട്ടാണ് പാലക്കാർക്ക് ഇന്നുമുള്ള അനുഭവം. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഒരു സൗദ്യത്തിന് ഈ ഗതികേടാണെങ്കിൽ അല്ലാത്ത മന്ത്രിമാർ ചെയ്യുന്ന സൗദ്യം എന്തായിരിക്കും? ഈ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തുന്നു, പക്ഷേ പദ്ധതി ഒന്നുമാവാതെ പോകുന്നു എന്നുള്ളതാണ്. ഉദ്ഘാടനം നടന്നതിന് ശേഷം പിന്നീട് ഒന്നുമല്ലാതെ ഇതുപോലെ പാഴായി പോകുന്നു എന്നതാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുന്ന കാഴ്ച.